മെസ്സേജ് അതിനാണ്. നാളെ അർശിന്റെ തണല് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചാക്കാണെന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് പള്ളിക്ക് പണിയെടുത്ത ആള് ഒന്നാമത്തെ സൊഫിൽ പോയിട്ട് അർശിന്റെ തണല് കൊള്ളുകയാണ്. കാരണം കൽബ് പള്ളിയായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ ഇവിടെയും കൽബാണ് പ്രാധാന്യം. ഹൃദയം കൊണ്ട് ജീവിക്കുക. ഹൃദയം കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ ഈ മെന്റൽ സ്ട്രെസ്സുകളൊക്കെ വരാൻ കാരണം എന്താ? എല്ലായിടത്തും മാനസിക സമ്മർദ്ദങ്ങൾ. അപ്പൊ നമ്മൾ അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു. എല്ലാ സ്ഥലത്തും നിഅമത്തല്ലേ. ഒരു സ്ഥലം എല്ലാ സ്ഥലത്തും ആഫിയത്തിനെ പറ്റി ആലോചിച്ചാൽ നമ്മൾ കൽബോണ്ട് ചിന്തിച്ചിട്ട് കണ്ണ് നിറക്കും അല്ലേ. നമുക്ക് അള്ളാഹു തന്ന സമ്പത്തിനെ പറ്റി ആലോചിച്ചാൽ, നമുക്ക് അള്ളാഹു തന്ന വിദ്യാഭ്യാസത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മദ്രസയിൽ വരാത്ത ഈ മഹല്ല് ജമാഅത്തിലെ മുസ്ലിം കുട്ടികൾ ആരാ ഉള്ളത്? എല്ലാ മുസ്ലിം വീടുകളിൽ നിന്നും കുട്ടികൾക്ക് ഇവിടേക്ക് ആക്സസ് കിട്ടിയില്ലേ? ആ കുട്ടിയൊക്കെ ഷർത്തും ഫർദും പഠിച്ചില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നും നമ്മുടെ ഈ മതത്തിന്റെയും അനുയായികളും ആയവരും അല്ലാത്തവരും ഒക്കെ സ്കൂള് കണി കണ്ടിട്ട് ഉണരാൻ പോലും കഴിയാത്ത എത്ര കുട്ടികളുണ്ട്. ഇപ്പൊ അടുത്താണ് 140 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഇന്ത്യയിൽ നടക്കുന്ന സാധാ കുംഭമേളയല്ല, മഹാകുംഭമേള. കുംഭമേള 5 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ട്, 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേള ഒക്കെ ഉണ്ട്. പക്ഷെ മഹാകുംഭമേള ഏതാണ്? 140 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം പ്രയാഗ്രാജിൽ നടക്കുന്ന, UP-യിൽ നടക്കുന്ന മഹാകുംഭമേളയാണ്. ആ മഹാകുംഭമേളയിൽ ലോക ജനത മുഴുവൻ ശ്രദ്ധിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അല്ലേ? ഒരു നീലക്കണ്ണുള്ള, ഒരു വെള്ളാരം കണ്ണുള്ള ഒരു കുട്ടി. ആ കുട്ടിക്ക് ഇപ്പൊ പേര് തന്നെ മൊണാലിസ എന്നാണ്. എന്താ? ആ കുംഭമേള ഗ്രാമത്തിലൂടെ കുപ്പിവളയും വിറ്റ് കല്ലുമാലയും വിറ്റിട്ട് നടന്നുപോയ ഒരു നാടോടി പെൺകുട്ടി. അവളിൽ ഏതോ ഒരു യൂട്യൂബർക്ക് കണ്ണുടക്കി അയാൾ അതൊരു സ്നാപ്പിൽ പകർത്തി ഒറ്റ ക്ലിക്കിൽ അത് ലോകത്ത് വൈറലായി. പിന്നെ അതിന്റെ അനുബന്ധം കുറിച്ചിട്ട് ആ മഹാകുംഭമേളയിലെ മൊണാലിസ കേരളത്തിലും ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. അതൊക്കെ വേറെ കാര്യം. ഞാനിപ്പോ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവള് ഈ ജ്വല്ലറിയുടെ നാട മുറിച്ചിട്ട് തിരിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ ഫ്ലൈറ്റ് കയറുന്നത്. തിരിച്ച് അവൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ മൈക്ക് നീട്ടിയിട്ട് അവളോട് ചോദിക്കുകയാണ്, മഹാകുംഭമേളയിലെ പ്രിയപ്പെട്ട മൊണാലിസ, നീ അടുത്ത ലക്ഷ്യം എന്താണ്? ഇപ്പൊ ലോകമൊക്കെ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി, നിനക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ പൈസ കിട്ടാൻ തുടങ്ങി, നിന്റെ വേഷവിധാനങ്ങൾ മാറി, നീ അഡ്രസ് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ മാറി. അപ്പൊ ആകെ അവൾ ആദ്യം പറഞ്ഞൊരു വാക്കെന്താണ്? എനിക്ക് 1 മാസം ലീവ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്കൂൾ തെരഞ്ഞു പിടിച്ചിട്ട് എൻ്റെ അക്ഷരമാലകള് കല്ലു പെൻസിലിൽ ആദ്യം എഴുതി പഠിക്കണം. അപ്പൊ ആ കുട്ടി ഈ ജന്മണ്ടായതിന്റെ ശേഷം ഒരു സ്കൂൾ കണ്ടിട്ടില്ല, ഒരു വിദ്യാലയം കണ്ടിട്ടില്ല. അക്ഷരക്കൂട്ടുകൾ പെറുക്കിയെടുക്കണം. ഇപ്പോഴാണ് ആ ബോധം ഉണ്ടായത്. കാരണം ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന സൊസൈറ്റി ഇപ്പൊ മാറി എന്നൊരു ബോധ്യത്തിന്റെ പുറത്ത് അക്ഷരം അഭ്യസിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ 6 വയസ്സുള്ള കുട്ടി മദ്രസയിൽ വന്നിട്ട് തന്നെ ഇംഗ്ലീഷ് എഴുതുകയാണ്, അറബി എഴുതുകയാണ്, മലയാളം എഴുതുകയാണ്, വായിക്കുകയാണ്, പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, അത്യാവശ്യത്തിന് സംസാരിക്കുകയാണ്, എല്ലാം ഗ്രഹിക്കുകയാണ്. പക്ഷേ ആ നിഅമത്തുകളുടെ അസ്ഥിത്തറയിൽ നിന്നിട്ട് അതിൻ്റെ താഴെയുള്ളവരെ കണ്ടാലേ ഇത് നിഅമത്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുള്ളല്ലോ. അതുകൊണ്ട് കൽബ് സ്വാഫാകാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം, ഉൻളുറൂ, നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക, ഇലാമൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ ഗ്രേഡ് താഴെയുള്ള ആൾക്കാരിലേക്ക് ഇടക്കിടക്ക് നോക്കുക. അപ്പൊ നാടോടികളെ കാണുമ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നതാണ്. ഒരു രോഗിയെ കാണുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിൻ ഖൽഖിഹി തഫ്ളീലാ. അല്ലേ? അള്ളാഹു പറഞ്ഞല്ലത്, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചല്ലത്. രോഗിയെ കാണാൻ പോവാൻ കോട്ടക്കൽക്ക്, അല്ലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടില് ശയ്യ അവലംബിച്ച് കിടക്കുന്ന ഒരാളെ അയാളങ്ങോട്ട് കണ്ട് അയാളുടെ അവശത കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ അയാൾ കേൾക്കാതെ ശുക്ർ ചെയ്തിട്ട് പറയാണ്, പഠിച്ചോനെ ഈ കിടക്കണ രോഗിയേക്കാളൊക്കെ എനിക്ക് ആഫിയത്ത് തന്ന് എന്നെ ശുശ്രൂഷിച്ച് എന്നെ പരിപാലിച്ച് എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന റബ്ബേ, ഞാൻ നിന്നെ അറിയാൻ മറന്നോ, ഞാൻ നിന്നെ ഓർക്കാൻ മറന്നോ? അപ്പോഴാണ് കൽബ് നമ്മളെ അടുത്തേക്ക് വന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഹൃദയത്തെ ഒന്ന് അടുപ്പിക്കുമ്പോഴാണ് നമ്മളാകുന്നത്. റമദാൻ വരുമ്പോൾ ആ റമദാനൊക്കെ ഒരു പ്രൗഢി ഉണ്ടാകും. ആ റമദാനിനെ റമദാനായിട്ട് സ്വീകരിക്കാനുള്ള ഒരു മനോവ്യഗ്രത നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ തുടികൊട്ടും. നമ്മളെ കുട്ടികൾ ആ ഒരു ആക്സെപ്റ്റിലൂടെ തന്നെ ഇതിനെ പഠിക്കട്ടെ. ഇല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു തരത്തിലുള്ള വഴിപാടാകും. എങ്ങനെയെങ്കിലും ഒന്ന് നോമ്പ് കഴിഞ്ഞിട്ടിട്ട് വേണം എൻജോയ് ചെയ്യാൻ, എങ്ങനെയെങ്കിലും ഈ നോമ്പൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം ഒന്ന് റിലാക്സ് ആവാൻ. അപ്പൊ നോമ്പ് ആ കുട്ടികൾക്ക് ഒരു ബാലികേറാ മലയായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ഫീലിംഗ് ഉള്ളു കയറാത്തോണ്ടാണ്. ഈ ഫീലിംഗ് അതുകൊണ്ടാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വതഅതിക യാ റബ്ബൽ ആലമീൻ. ഖൽബാൻ ഏറ്റവും പ്രധാനം, ഖൽബാൻ. ഫഇന്ന കസറത്തൽ ലഹ്കി തുമീതുൽ ഖൽബ്. ഹൃദയം മരിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എവിടേതാണ്? ഖൽബ് മരിച്ചാൽ കഴിഞ്ഞു. ഖൽബിനെ
മരിക്കാതെ സൂക്ഷിക്കുക. കൽബ് മരിച്ച ഒരുപാട് ഹൃദയങ്ങൾ മരിച്ചുപോയ ആളുകൾ ലോകത്തിങ്ങനെ ജീവിക്കാൻ അവർ പിന്നെ അസമത്വങ്ങൾ സൃഷ്ടിക്കും, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും, തെറി അഭിഷേകങ്ങൾ പൂരപ്പാട്ടുകൾ പാടും, ആളുകൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കും. മതത്തോട് താല്പര്യം ഉണ്ടാകൂല, മതത്തോട് മമത ഉണ്ടാകൂല. നമ്മളെ വളർന്നു വരുന്ന കുട്ടികളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുങ്ങൾ. മതമില്ലല്ലോ അവർക്ക്. മതം ഉണ്ട് എന്ന് പറയല് ഏതോ ഒരു പഴഞ്ചൻ സംസ്കാരമാണ്. പുതിയ ക്യാമ്പസുകളിൽ ഈവൻ മുസ്ലിം കുട്ടികൾ പോലും അത് തുറന്ന് പറയുന്നുണ്ട്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആയ കാലത്തിന് ഇപ്പൊ വയസ്സായ അവരൊന്നും വെറുപ്പിക്ക് മുന്നോട്ട് പോകണ്ട. അവരൊക്കെ ഇപ്പൊ അത്ര കാലം നമ്മളെ മോൾഡ് ചെയ്ത് എടുത്തില്ലേ. അതുകൊണ്ട് അവരെ കാലം കൂടിയാണ് കഴിയട്ടെ. അതുവരെ ആക്ട് ചെയ്ത് അവർക്ക് മുമ്പിൽ ഞാൻ ജീവിച്ചു കൊള്ളാം. എന്നിട്ട് അവരെ ബഹുമാനിക്കുന്നവരുണ്ട്, നീ തുറന്നു പറയുന്നവരുണ്ട്. എന്താ ഇപ്പൊ ഉമ്മ വിചാരിച്ചാലും ഉപ്പ വിചാരിച്ചാലും എന്താ, അവരൊക്കെ അവർ പഴഞ്ചൻ സംസ്കാരത്തിലൂടെ വരുന്നവരാ. നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ എന്തുകൊണ്ട് അവരെ മുഖത്ത് നോക്കി നമുക്ക് തുറന്നു പറഞ്ഞുകൂടാ? അങ്ങനെ ബാപ്പാനെ തള്ളിപ്പറഞ്ഞ് ഉമ്മാനെ തള്ളിപ്പറഞ്ഞ് ഈവൻ മതത്തെ അടക്കം തള്ളിപ്പറഞ്ഞിട്ട് അന്യമതക്കാരൻ്റെ കയ്യും പിടിച്ചിട്ട് പോകുന്ന കുട്ടികൾ ഇന്ന് വിപണിയിൽ വളരെ സജീവമാണ്. പടുത് കേട്ടങ്ങൾ മിനിയാന്നൊരു മാധ്യമ പ്രവർത്തകൻ പുറത്തുവിട്ടൊരു കണക്കുണ്ട്. കൊച്ചിയിലെ മലബാറിൽ അടക്കമുള്ള പെൺകുട്ടികളുടെ ഒരു വലയം, ഒരു ഗ്യാങ്, ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള്, 5-6 കുട്ടികളുണ്ട്. ആ 5-6 കുട്ടികൾക്ക് വേണ്ടി പ്രതിനിധിയായിട്ട് മറുതലക്കൽ ഫോൺ എടുത്തിട്ട് ഒരു കുട്ടിയാണ് സംസാരിക്കുന്നത്. ആ പെൺകുട്ടി സംസാരിക്കുന്നത് കോൾ റെക്കോർഡായി. എന്താ റെക്കോർഡ് ബട്ടൺ അമർത്തിയപ്പോൾ പെൺകുട്ടിയുടെ സംസാരം പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പുറത്തു വന്നു. എന്താ പുറത്തു വന്നത്? ഈ കുട്ടി ആദ്യം ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈവനിങ്ങിലേക്ക് പോവാൻ കൊച്ചിയിലൊക്കെ ചില ഉപരിപഠനങ്ങളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരും അല്ല, ഞാൻ കാടടച്ച് വെടിവെക്കല്ല, ചെറിയ ഒരു ശതമാനം കുട്ടികൾക്ക് പിന്നെ സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫെസ്റ്റിവലാണ്, ഭയങ്കര സെലിബ്രേഷനാണ്. കാരണം എന്താ അറിയോ? അവർക്ക് വീട്ടിൽ പോകണ്ട, ശനി ഞായർ ഓഫാണ്. ഓഫ് എന്ന് മാത്രമല്ല, ബാക്ക് ഡോറിലൂടെ ലഹരി സുലഭമായിട്ട് കിട്ടും അവിടെ. അപ്പൊ വിപണനം വളരെ സജീവമാണ്. അതിലൊരു പെൺകുട്ടി ഫോൺ വിളിച്ച മറുതലക്കല് ഇതിന്റെ അറ്റൻഡർ ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്ന ഫോൺ കോളാണ് ഇപ്പൊ ലീക്കായത്. അപ്പൊ ആ പെൺകുട്ടി ആദ്യം ചോദിച്ചത് എന്താ ചോദിച്ചത്? PM ആണോ? എന്താ PM ആണോ ചോദിച്ചാൽ ഈ ഫോൺ എടുത്ത ആള് PM ആണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ലഹരി കച്ചവടം നടത്തുന്ന പുതിയ കൗമാരത്തിന്റെ കോഡ് ഭാഷയാണ്. PM എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ശേഷം ഇത് കച്ചവടം നടത്തുന്ന ആള്, AM എന്ന് പറഞ്ഞാൽ പാതിരാത്രി അല്ലെങ്കിൽ പകൽ സമയം ഇത് കച്ചവടം നടത്തുന്ന ആള് അല്ലേ? അപ്പൊ PM ആണോ എന്ന് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് ഇന്ന് സ്കോർ എങ്ങനെയാണെന്നാണ്. ക്രിക്കറ്റിന്റെ സ്കോറല്ല, ഫുട്ബോളിന്റെ സ്കോറല്ല, അല്ലെങ്കിൽ അങ്ങാടി നിലവാരത്തിന്റെ സ്കോറല്ല. എന്താണ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില എങ്ങനെയാണ്? സ്കോർ ഹൈ ആണോ അല്ല സ്കോർ ലോ ആണോ? അപ്പൊ സ്കോർ ഹൈ ആണെന്ന് പറഞ്ഞാൽ ആ ഹൈ സ്കോറുള്ള MDMA LSD വാങ്ങാനുള്ള പൈസയൊന്നും ഇപ്പൊ എൻ്റെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് ഉണ്ടോന്ന് നെക്സ്റ്റ് കോഡ് ഭാഷ. അപ്പൊ ജോയിന്റ് പറഞ്ഞാൽ എന്താ? ഈ പെൺകുട്ടികള് അവനാന്റെ ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്ന ബീഡി കെട്ട്, സിഗരറ്റിന്റെ കെട്ട്, ആ ബീഡിയിലേക്ക് സിഗരറ്റിലേക്ക് അല്പം മാത്രം ഒന്ന് തിരികെ വെച്ചിട്ട് അതിന്റെ കൂടെ ഒന്ന് പുകച്ചുരുൾ വലിക്കാൻ ആവശ്യമായ കഞ്ചാവ്. അതാണ് ജോയിന്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം. ജോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ആൾട്ട് ഉണ്ടോ? ആൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? ശനി ഞായറ വരാൻ പോണത്. ഞങ്ങളിപ്പോ ഈ ലഹരി കയ്യിൽ കിട്ടിയിട്ട് വീട്ടിലേക്ക് പോയാൽ ഒന്നുകത് ഉപയോഗിച്ചിട്ടുള്ള കിക്ക് ഓഫിലോ ഹാങ് ഓവറിലോ ചിലപ്പോൾ വീട്ടുകാർ ഞങ്ങളെ പിടികൂടും. അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഞങ്ങളുടെ ശരീരഭാഷ അവർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൽ ബോധ്യമായാൽ അവർക്ക് സംശയിക്കും. അപ്പൊ ഞങ്ങളൊരു 5-6 പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹാൾട്ട് വേണം. അത് താമസിച്ച് ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യം വേണം. അതുകൊണ്ട് അക്കോമഡേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഈ കുട്ടി പറയാതെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അത് ലീക്കാവാൻ അപ്പോഴാണ് കുറച്ച് മാധ്യമ പ്രവർത്തകർ ഇതിന്റെ ഇടയാളന്മാരായ കാരിയേഴ്സും മീഡിയേറ്റേഴ്സും ആയ ആൾക്കാരോട് പോയിട്ട് ഇതിന്റെ വിശദാംശം ചോദിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു കൊടുത്ത വിശദാംശമാണ് ഇത് ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ, എന്ത് റമദാന്, എന്ത് ഖുർആന്? 4 ദിവസം മുമ്പല്ലേ ഈ കൊച്ചിയിലെ ഈ ജംഗ്ഷനില് പാലാരിവട്ടത്തെ സംസ്കാര ജംഗ്ഷൻ, അവിടെയാണ് പട്രോളിങ്ങിന് പോലീസ് വരികയാണ്. പുലർച്ചെ സമയമാണ്. ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും പോലീസ് തൊണ്ടി സഹിതം പിടികൂടാണ്. 2 ആളെ കയ്യിലും ലഹരിയുണ്ട്, അത്യാവശ്യം തീവ്രമായ ലഹരിയാണ്. അതിൽ ഈ കാമുകനെ പോലീസ് നേരെ ജീപ്പിലേക്ക് കയറ്റി. കാമുകൻ പ്രവീൺ എന്ന് പറഞ്ഞൊരു കൊച്ചിക്കാരനാണ്. കാമുകിയോ 23 24 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടി, അതും കോഴിക്കോട്ടുകാരി. അവളാണ് തൻ്റെ സ്വന്തം കാമുകനായ അന്യമതസ്ഥന്റെ കൂടെ കയ്യും പിടിച്ച് ലഹരി ഉപയോഗിച്ച് ലക്ക് കെട്ട് ലഗാനില്ലാതെ കൊച്ചിയുടെ പൊതുനിരത്തിലൂടെ നടക്കുന്നത്. അവളെ പിടികൂടിയ ജംഗ്ഷന്റെ പേര് സംസ്കാര ജംഗ്ഷൻ എന്നാണ്. ആ ജംഗ്ഷന്റെ സംസ്കാരവും ഇവരുടെ സംസ്കാരവും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പോലീസ് ഈ കാമുകനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ
ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഇവള് കേട്ടാൽ അറക്കുന്ന ഭാഷ കൊണ്ട് പോലീസിനെ തെറി വിളിക്കാൻ അതിൽ നിൽക്കുന്നില്ല. ആ കുട്ടി പിന്നെ എന്ത് ചെയ്യാണ്, നേരെ പുറത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്തിട്ട് പോലീസ് ജീപ്പിന്റെ 1-2 ഡോറുകളുടെ ചില്ല് നിഷ്കരുണം അടിച്ച് പൊട്ടിക്കാൻ, തകർത്ത് തരിപ്പണമാക്കാൻ. ആളുകൾ കണ്ടു നിൽക്കുകയാണ് ഈ കാഴ്ച. നമ്മളെ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണില്ല. ഇങ്ങനെ പോവാൻ ഒരു വലിയൊരു ജനറേഷൻ നിൽക്കണ കാലിന്റെ ചോട്ടിലെ മണ്ണും മണലും ഓരോ തിരമാല വന്നിട്ട് കടപുഴക്കി കൊണ്ടുപോവാൻ. നമ്മളെ നൃത്തം പോലും ചോദ്യം ചെയ്യപ്പെടാൻ. ഇപ്പൊ കുറച്ചു കാലം മുമ്പ് അമേരിക്ക, US, ന്യൂയോർക്കില്, ലോസ് ആഞ്ചലസില്, UK, കാനഡയില്, സ്വിറ്റ്സർലാൻഡിലൊക്കെ എല്ലാ മതങ്ങളിലും അപജയം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ ക്രൈസ്തവ മതം എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയല്ല, എല്ലാ മതങ്ങളിലും അപജയം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ അന്ന് ക്ലാസിഫൈഡ്സിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പരസ്യം ക്രിസ്ത്യൻ ചർച്ച് വിൽപ്പനക്ക് എന്നാണ്. അപ്പൊ വിൽപ്പനക്ക് അടുത്താണ്. അപ്പൊ പുതിയ തലമുറ എന്താണ്, പഴയ അച്ചാച്ചന്മാരൊക്കെ ഭയങ്കര ഭക്തരായിരുന്നു, അവരൊക്കെ വേദം കുർബാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ആൾക്കാരായിരുന്നു. ഇന്നിപ്പോ ആ ഒരു തലമുറക്ക്, ഞാൻ ക്രൈസ്തവർ എന്ന് പറയാൻ കാരണം യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതലുള്ളത് ജനസംഖ്യ അവരാണ്, അല്ലാതെ ഒരു മതത്തെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കല്ല, ഐ എം സോറി. അപ്പൊ അന്ന് ക്ലാസിഫൈഡ്സിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത എന്താ അറിയോ, ദേവാലയം വിൽപ്പനക്ക് എന്നാണ്. ദേവാലയം അവസാനത്തെ അതിന്റെ കമ്മിറ്റി അംഗങ്ങളുടെ മതഭക്തി കൂടി ചോർന്നു പോയൊരു തലമുറ കഴിഞ്ഞു, ഉള്ള തലമുറ കഴിഞ്ഞു. ഇനി അടുത്ത ജനറേഷൻ ഇതൊന്നും ഇല്ലാത്തവരാണ്. മതം എന്ന് പറയൽ അലർജിയാണ്. മതം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വലിയ നീരസമാണ്, ഒരു തരത്തിലുള്ള എന്താ പറയുക, ഇറിറ്റേഷനാണ്. ആ ജനത പിന്നെ എങ്ങനെയാണ് തൻ്റെ ഉപ്പാപ്പന്മാര് അച്ചാച്ചന്മാരൊക്കെ കൊണ്ടുനടന്ന ഈ ചർച്ച് ദേവാലയം കൊണ്ടുനടക്കുക? അപ്പൊ പിന്നെ അവര് പറഞ്ഞു, ഇന്ന് കണ്ണായ സ്ഥലത്താണ്, നാടിന്റെ കണ്ണായ സ്ഥലമാണ്. ആ കണ്ണായ സ്ഥലത്ത് സ്ക്വയർ ഫീറ്റിന് പൊന്നു പോലെ വില പറയുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ എന്തിനാ ഈ വെറുതെ സമയം കളയാണ്? പുതിയ തലമുറക്ക് ഒരു ലക്ഷ്യമില്ലാതെ കുറേ ഭജനമിരിക്കുക, കുറേ പ്രാർത്ഥിക്കുക, ആ സമയത്ത് വേറെ എന്തെങ്കിലും പണി അവർക്ക് എടുത്തൂടെ, എവിടെയെങ്കിലും പോയി ഇൻകം ഉണ്ടാക്കിയൂടെ എന്ന ചോദ്യമാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ആരാ ഈ ചോദ്യം കേൾക്കുന്നത്? ഈമാൻ ഇസ്ലാമുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ മതവിശ്വാസമുള്ള ആൾക്കാരല്ല. ആദ്യമേ ബലാരിഷ്ടത ഉള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. അതിൻ്റെ ഇടയിൽ വികാൻ നിൽക്കണോടത്തേക്ക് ഒരു ഒന്നുകൂടി ആയാലോ, ആ ചോദ്യമാണ് അവർ ചോദിച്ചത്. അപ്പൊ ആളില്ലാതായപ്പോ പിന്നെ അവരെ അടുത്ത തലമുറ വന്നിട്ട് ഇത് ഏറ്റെടുക്കാൻ, ഉപ്പാപ്പന്മാരുടെ പേരക്കുട്ടികളായ അടുത്ത തലമുറ വന്ന് ഏറ്റെടുത്തിട്ട് പറയാണ്, ടൗണിന്റെ കണ്ണായ സ്ഥലത്ത് വലിയൊരു ഹാള് പോലെ വലിപ്പമുള്ള ഈ സ്ഥലം നമ്മൾ മറ്റെന്തെങ്കിലും കൊമേഴ്ഷ്യൽ സാധ്യത കണ്ടിട്ട് ഒരു പ്ലോട്ടാക്കി തിരിച്ചിട്ട് അത് റെന്റിന് കൊടുത്താൽ 1 മാസം കൊണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് ഡോളറുകൾ സമ്പാദിക്കാൻ കഴിയുമെന്നാ പറഞ്ഞത്. അതോടുകൂടെ ആ അടുത്ത തലമുറന്റെ ജനറൽ ബോഡി അത് പാസ്സാക്കാൻ, അത് പാസ്സാക്കിയിട്ട് അടുത്ത പിറ്റേ ദിവസം പത്രദ്വാര പ്രത്യക്ഷപ്പെടാൻ വിൽപ്പനക്ക്, വാടകക്ക് ഒരു ടീം ഏറ്റെടുക്കുന്നു, അത് നേരെ വാടകക്ക് എടുക്കുന്നു. ഇങ്ങനെ പോവാൻ മതഭക്തി എന്ന് പറയുന്ന സാധനം സകല ജനവിഭാഗത്തിന്റെ ഇടയിൽ നിന്നും എടുത്തെറിയപ്പെട്ടു പോയി. നമ്മളിപ്പോ മെയിൻ സ്ട്രീമിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? ലഹരി വളരെ സുലഭല്ലേ? പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് 5% അടുത്തല്ലേ ഉള്ളൂ, ബാക്കി 95% ഒതുക്കി തീർക്കുകയാണ്, അല്ലെങ്കിൽ ഒതുങ്ങി തീരുകയാണ്. ഇല്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഭാഷകൾ മാറിയില്ലേ, മതസംവിധാനങ്ങളോടുള്ള താരതമ്യങ്ങൾ മാറിയില്ലേ. ഇപ്പൊ റമദാൻ, ഇനി ഞാൻ പറയാ, നമ്മുടെ റമദാൻ ഷരീഫിലൊക്കെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും അഹ്ലി ജമാഅത്തിന്റെ പള്ളിയിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും വയല പരിപാടിയാണ്, ളുഹറിന്റെ ശേഷമോ മറ്റോ ഒക്കെ ആയിട്ട്. ഇപ്പൊ മിക്ക സ്ഥലത്തും പരിപാടി നിർത്തി എന്നുള്ളതിന്റെ കാരണം എന്താ? ഓഡിയൻസ് ഇല്ല, താല്പര്യമില്ല, ആൾക്കാർക്ക് താല്പര്യമില്ല. ഇൽമിന്റെ മജ്‌ലിസിന്റെ അവസ്ഥ എന്താ? ആളുകൾക്ക് താല്പര്യമില്ല, തലമുറ വരുന്നില്ല. ഇനി നമ്മൾ അതിന്റെ സ്റ്റൈല്, അതിന്റെ പ്രയോഗ രീതികൾ മാറ്റേണ്ടി വരും ചിലപ്പോ. അവിടെയാണ് ഒച്ചയും ബഹളവും ഇല്ലാതെ, കൊട്ടും കൊരവയും ഇല്ലാതെ, വാദ്യമേളങ്ങളുടെ അകമ്പടി ഇല്ലാതെ ഖുർആൻ മിനൽ ഖൽബി ഇലൽ ഖൽബ് ഒഴുകിപ്പരന്നതിന്റെ 25 ആണ്ടിനെ ആത്മനിർവൃതിയോടുകൂടെ നമ്മളൊക്കെ ആഘോഷിക്കുന്നത്. ഇത് പെരുത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇനി 10-25 കൊല്ലം ഇതിന്റെ ഭാഗമായിട്ട് നിന്ന ഈ കാരണന്മാര്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഖൽബുക്ക് ഉസ്താദ് എടുത്തു കൊടുക്കണ ഖുർആനിന്റെ ദിവ്യ വെളിച്ചം ഇത്രമേൽ കയറിയ ആൾക്കാരാണ്. അവരെ കാര്യത്തിലല്ല നമുക്ക് ആശങ്ക ഉള്ളത്. പക്ഷേ അടുത്ത തലമുറക്ക് ഇതിന്റെ ഒരു മധുരം കിട്ടാൻ അവർ കുറേ പഠിക്കണ്ട, അവരിനി വേറുള്ളവരെ നന്നാക്കും വേണ്ട. ഇതിന്റെ ഒരു മധുരം അവർക്കൊന്ന്, ഹലാവ, ഇതിന്റെ ഒരു സ്വീറ്റ്നെസ് അവർക്കൊന്ന് കിട്ടാനുള്ള ഒരു മാർഗം, അത് നമ്മളെ ഇനിയിപ്പോ പ്രൊപ്പഗേഷൻ സ്റ്റൈല് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് വലിയ ബഹളമുള്ള വലിയ ബോക്സുകളൊക്കെ വെച്ചിട്ടുള്ള അകമ്പടിയോടെയുള്ള പ്രഭാഷണ പരിപാടികളുടെ ഒക്കെ കാലം കഴിഞ്ഞു.
അത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊരു തരത്തിലുള്ള ബഹളങ്ങളും കൊട്ടിഘോഷങ്ങളും മാത്രമായി അവശേഷിക്കും. ഇനി നനവുള്ള കുറച്ച് വർത്തമാനങ്ങളാണ് ആവശ്യം. കാഫിലയായിട്ട് ഇറങ്ങണം, കാഫിലയായിട്ട് നമ്മൾ ഇറങ്ങണം സൗമ്യതയോടുകൂടെ. മാലിക് ദീനാറും അനുയായികളും കേരളത്തിൽ ഇസ്ലാം മതത്തെ നിർമ്മിച്ചത് അവർ മതപ്രബോധനം നടത്തുകയല്ല ചെയ്തത്. അവരിങ്ങനെ ജീവിക്കായിരുന്നു, അവർ സൗമ്യരായി ജീവിക്കായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ തുടക്കത്തിൽ കേരളത്തിൽ തൊട്ടുകൂടായ്മയാണ്, തീണ്ടിക്കൂടായ്മയാണ്. ഒരാൾക്ക് വേറൊരാളെ കാണാൻ പറ്റൂല. ഒരു മതത്തിൽ തന്നെ പെട്ട അനുയായികൾക്ക് ശ്മശാനം വ്യത്യസ്തമാണ് അല്ലേ? ഓരോ വിഭാഗത്തിനും ഓരോ ശ്മശാനാണ്. അപ്പൊ എന്താ, ഒറ്റ മതക്കാരല്ലേ നിങ്ങൾ? പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഓരോ ജാതിയാണ്. അങ്ങനെ ഓരോ ജാതിക്കാരായിട്ട് തിരിഞ്ഞു. വൈശ്യൻ ഒന്ന്, ശൂദ്രൻ ഒന്ന്, പാണൻ ഒന്ന്, ഹരിജൻ ഒന്ന്, ദളിതൻ ഒന്ന്, അങ്ങനെ ഓരോരുത്തരായിട്ട് തിരിയാൻ. അപ്പൊ പിന്നെ അവർണനും സവർണനും രൂപപ്പെട്ടു. പിന്നെ സവർണാധിപത്യം ഇവിടെ വന്നു. അന്ന് ഗവൺമെന്റുകൾക്ക് വോയിസ് ഇല്ല, കോടതിക്ക് പോലും വോയിസ് ഇല്ല. ഓരോ നാട്ടിലുള്ളത് നാട്ടുകോടതിയാ. ആ നാട്ടുകോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആരാണ്? വലിയ തമ്പ്രാനാണ്, വലിയ ജന്മിയാണ്. അവന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് പാവപ്പെട്ട ശൂദ്രന്റെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ വധുണ്ട്, വരനുണ്ട്. ആദ്യ രാത്രി എവിടെയാണ്? ഈ ജന്മിയുടെ വീട്ടിലാണ്, ഉന്നത തമ്പ്രാന്റെ വീട്ടിലാണ് ആദ്യ രാത്രി. അന്ന് ആദ്യ രാത്രിയിൽ വധു ശയ്യ കൊള്ളേണ്ടത് ഈ ജന്മിയുടെ വീട്ടിന്റെ റൂമിലാണ്. അപ്പോ അവൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട മുറച്ചെറുക്കനായ പ്രതിശ്രുത വരനോ അവന് കിടക്കാൻ മറ്റൊരു റൂം അവിടെ ഉണ്ടാകും അല്ലേ? അങ്ങനെ ഒരു കുട്ടിയുടെ ശരീരത്തെ ഭർത്താവ് ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് ആദ്യം ഉപയോഗിച്ച് അതീശാധിപത്യം കാണിച്ച ജന്മിത്വത്തിന്റെ അരമനയിൽ കേരളം ഇങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കരഞ്ഞു തളർന്ന പെൺകുട്ടിയെ എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ പ്രതിശ്രുത വരന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആർക്കും ഇടപെടാൻ കഴിയണില്ല. നാട്ടുകോടതിയല്ലേ, നാട്ടുകോടതി അത് നടപ്പാക്കാൻ. ചാട്ടവാറ് അടിക്കണം. ആരെ അടിക്കണം? ആരെ അടിക്കണം? എത്ര അടി വേണം? ആരാ തീരുമാനിക്കണത്? വലിയ തമ്പ്രാന്റെ അരമനയിലെ നാട്ടുകോടതിയാണ്. അതിൻ്റെ ഇടയിൽ കണ്ടുകൂടാൻ പാടില്ല, തീണ്ടി കൂടാൻ പാടില്ല. ഉന്നത കുലജാതനായ വലിയ തമ്പ്രാൻ ബാത്റൂമിൽ നിന്ന് കുളിച്ചു വരുമ്പോ ഒരു ശൂദ്രൻ, ഒരു ദളിതൻ, ഒരു അവർണൻ മുന്നിൽ കൂടെ പോയാൽ ഇയാൾ വീണ്ടും കുളിപ്പരയിലേക്ക് കയറുക. കാരണം എൻ്റെ കണ്ണിൽ ഉടക്കി അവന്റെ ശരീരം. അവന് എത്രയോ താഴ്ന്നോനല്ലേ, അതുകൊണ്ട് അവൻ അമ്ലമല്ലേ, അവൻ അസത്തല്ലേ, അവൻ നീച്ചനല്ലേ, അവൻ നികൃഷ്ടനല്ലേ. അപ്പൊ അവനെ കണ്ടാ പിന്നെ കുളിച്ചു വരണ്ട, ഞാൻ അശുദ്ധനായില്ലേ, ഞാൻ വീണ്ടും കുളിക്കണ്ടേ? പാത്രം ഉപയോഗിക്കാൻ പറ്റൂല, ഒരാളെ പാത്രം വേറൊരാൾ ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് പാണൻ അല്ലെങ്കിൽ ഹരിജൻ അല്ലെങ്കിൽ ദളിതൻ അല്ലെങ്കിൽ ശൂദ്രൻ എന്തെങ്കിലും ഒരു പണിക്ക് വരികയാണെങ്കിൽ ഉന്നത കുലജാതന്റെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളോ ചില്ല് പാത്രങ്ങളോ കൊടുക്കൂല. അവന് നിലത്ത് കുഴി വെട്ടിയിട്ട് അതിൽ പ്ലാവില കൊണ്ട് കുമ്പിള് കുത്തിയിട്ട് കഞ്ഞി കൊടുക്കും. ഇത്രയും അസഹനീയമായ അന്തരീക്ഷം വരുമ്പോഴാണ് മാലിക് ദീനാറിന്റെ അനുയായികൾ കേരളത്തിലേക്ക് വരുന്നത്. അവർ കേരളത്തിൽ വന്നിട്ട് പഠിപ്പിച്ച രീതിശാസ്ത്രം എന്താ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവര്. അവർ കേരളത്തിൽ വന്നു അല്ലേ? അവർ വന്നിട്ട് എല്ലാരെയും അണച്ചുകൂട്ടി പിടിക്കുകയാണ്. അതും ആര്? കറുത്തോനെ, വെളുത്തോനെ, ഉന്നതനെ, താഴ്ന്നവനെ എന്ന് പറഞ്ഞ് തരം തിരിക്കലിന്റെ അസ്വസ്ഥത കൊണ്ട് വീർപ്പ് മുട്ടുന്ന കേരളീയ പരിപ്രേക്ഷ്യത്തിലേക്ക് നല്ല ആഴവും നീട്ടുള്ള തുടുത്ത വെളുത്ത, അത് ചുവപ്പ് കലർന്ന വെളുപ്പില്ല, നല്ല സായിപ്പന്മാരെ പോലെയുള്ള നല്ല അറബികള് പായക്കപ്പൽ ഇറങ്ങിയിട്ട് അവർ കേരളത്തിൽ വരികയാണ്. ഈ ചുറുചുറുക്കുള്ള അറബികളെ കണ്ടപ്പോഴേക്ക് ഇവിടുത്തെ മറ്റുള്ള ജാതിക്കാരൊക്കെ പേടിച്ച് മാറി നിൽക്കുകയാണ്. എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ? കാരണം അവരെ കണ്ണിൽ ഞങ്ങൾ പെട്ടില്ലേ, ഞങ്ങൾ ഉപയോഗിച്ച എങ്ങാനും അവർക്ക് തൊടേണ്ടി വന്നാൽ അവർ അശുദ്ധരായില്ലേ ഞങ്ങൾ കാരണം എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നവനെ മുഴുവൻ ജാതിയും മതവും തറവാടും മേൽവിലാസവും അഡ്രസ്സും നോക്കാതെ ഈ അറബികൾ കേട്ട് കെട്ടിപ്പിടിച്ചാൻ, നാറ്റാൻ, മുത്താൻ, കൈ വരെ ചുംബിക്കാൻ. അവരത്ഭുതപ്പെട്ട് കണ്ണ് നിറച്ചു. അവരെ പള്ളി കണ്ടു. അപ്പൊ അന്ന് നമുക്കിടയിൽ കുറെ പിള്ളമാരുണ്ടായിരുന്നു. ബാലകൃഷ്ണ പിള്ള, രാഘവം പിള്ള, അങ്ങനെ കുറെ പിള്ളമാരുള്ള കാലാണ്. അന്ന് ഇവിടത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, നമ്മുടെ സഹോദര മതസ്ഥർ ഒരു ശബ്ദമായിട്ട് ഉച്ചരിച്ചു, ഈ വന്നു കയറിയ കടൽ കടന്ന് വന്ന പിള്ളമാര് വെറും പിള്ളയല്ല, ഇവര് മഹാപിള്ളയാണ്. അങ്ങനെയാണ് നമ്മൾ മഹാപിള്ള മാപ്പിളയായത്. ഈ വന്ന നമുക്ക് അവർ ചാർത്തി തന്ന ഒമ്മന പേരാണ്. ഒരാളും അവരെ കൂട്ടത്തിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചിട്ടില്ല, ഒരാളും അവരുടെ കൂട്ടത്തിൽ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെയാ ദീനുണ്ടായത്? ദീനെങ്ങനെ ഉണ്ടായത്? ഇത് വലിയൊരു അത്ഭുതമല്ലേ? അപ്പൊ അത് മിനൽ ഖൽബി ഇലൽ ഖൽബാണ്. അവർ പള്ളിയിൽ വെച്ച് ഒരു നസീഹത്ത് കൊടുക്കുകയാണെങ്കിൽ
അത് കൊടുത്ത ആൾ ഉള്ളുന്നാ കൊടുത്തത്, അത് കേട്ട ആൾക്കാർ ഉള്ളോണ്ടാണ് കേട്ടത്. അവിടെയാണ് ഹുളൂറുൽ ഖൽബ്, ഹേർട്ട് പ്രസൻസ് അല്ലേ? മനസ്സാന്നിധ്യത്തിലൂടെ ദീനിനെ കണ്ടാൽ അത് വലിയൊരു കണ്ടെത്തലാണ്. ആ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ പാകപ്പെടട്ടെ. നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളും അതിനൊത്ത സംവിധാനങ്ങളായി മാറട്ടെ എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഹാദിയ, നിങ്ങൾക്കൊക്കെ അറിയാം, ഷൗക്കത്ത് ഉദവിയും അതുപോലെ തന്നെ ജാഫർ ഉദവി അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഹാദിയ, ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ്, ഇസ്ലാമികമായിരിക്കുന്ന ഒരു മൂവ്മെന്റായി ഹാദിയ ഇപ്പം മാറി. സമസ്ത അംഗീകരിച്ച മദ്രസ തന്നെ 300ന്റെ മുകളിൽ ഹാദിയക്ക് നോർത്ത് ഈസ്റ്റിൽ മാത്രമുണ്ട്, ഉത്തരേന്ത്യയിൽ മാത്രമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവര്, അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നോർത്തിൽ ഇത്രയും വലിയൊരു വിപ്ലവം നമ്മളെ ഹുദവി പണ്ഡിതന്മാര് അവിടെ ചെയ്യാൻ. ഇപ്പൊ നാട്ടില് വലിയ ശമ്പളത്തിൽ ജോലിക്ക് എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളൊക്കെ ആണ് അവര്. പക്ഷേ നമ്മൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല എന്തിനും പോകുന്ന ഹുദവി സുഹൃത്തുക്കള് വെയിൽ കൊണ്ട് അവിടുത്തെ മരവിപ്പിക്കുന്ന തണുപ്പില് ചെറിയ ചെറിയ കൂരകളിൽ അവർക്ക് വേണ്ടി ആ ജനവിഭാഗത്തെ പാകപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നത് ഇങ്ങനെ കാണാൻ കഴിയും. അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ കണ്ണ് നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് സഫർ തന്നെ ഇപ്പം നടക്കുന്നുണ്ട്. ഓരോ മഹലിൽ നിന്നും താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളെ ഹുദവികളുടെ കൂടെ പോയിട്ട് ബംഗാളിൽ പോയിട്ട് 2-3 ദിവസം നിൽക്കുക, അവിടുത്തെ ഗ്രാമങ്ങൾ സന്ദർശിക്കുക, ആസാമിൽ പോയി നിൽക്കുക, മുംബൈയിൽ പോയി നിൽക്കുക, കൊൽക്കത്തയിൽ നിൽക്കുക, ആന്ധ്രാപ്രദേശിൽ നിൽക്കുക, എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പൊ കശ്മീരിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മദ്രസകളും മക്തബുകളൊക്കെ ആയി. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ തആബുൻ പദ്ധതി റമദാനോട് കൂടെ ഒന്നുകൂടി യാഥാർത്ഥ്യമാവാൻ, എല്ലാ റമദാനിലും ഒരുപാട് ആൾക്കാർ നമ്മളെ ഹാദിയ ഏറ്റെടുത്ത ഒരു വില്ലേജ് ഉണ്ട്, ഹാദിയ ഏറ്റെടുത്ത ഒരു മദ്രസ ഉണ്ട്, ഒരു മക്തബുണ്ട്, ഒരു കുട്ടിയുണ്ട് അല്ലേ? ഒരു കുട്ടിയെ നമുക്ക് വേണമെങ്കിൽ ദത്തെടുക്കാം. ഒരു കൊല്ലത്തെ ഉത്തരേന്ത്യയിൽ ഒന്നും അറിയാതെ റിക്ഷാ വണ്ടി വലിച്ചു നടക്കുന്ന കുട്ടിയെ നമ്മളെ പണ്ഡിതന്മാരായ ആളുകൾ, അവിടുത്തെ കോർഡിനേറ്റേഴ്സ്, അവിടുത്തെ മഹല്ല് കോർഡിനേറ്റേഴ്സ് മദ്രസയിലേക്ക് എത്തിക്കുകയാണ്. ഉമ്മാനോട് പറഞ്ഞിട്ട് ആ കുട്ടിക്കുള്ള കിതാബൊക്കെ ഉറുദു ഭാഷയിൽ പ്രിന്റ് ചെയ്ത് ബംഗ്ലാ ഭാഷയിൽ പ്രിന്റ് ചെയ്ത് ആ കുട്ടിയെ വീട്ടിൽ നിന്ന് മദ്രസയിൽ എത്തിക്കുന്നുണ്ട്. മക്തബിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഉസ്താദിനെ ഹാദിയ ശമ്പളം കൊടുത്ത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടികൾ ഇപ്പൊ ഇൽമു പഠിക്കാൻ. അങ്ങനെ ഒരു കുട്ടിയെ വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഇനി ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസ വേണമെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം. ഇങ്ങനെയുള്ള ഒരു വില്ലേജ് വേണമെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെ 3 പദ്ധതിയാണ് ഹാദിയയുടെ കീഴിലുള്ളത്. റമദാനിലെ ഒരുപാട് നല്ല മനുഷ്യന്മാര്, നാട്ടിലും പ്രവാസ ലോകത്തുള്ള നല്ല മനുഷ്യന്മാർ അകമഴിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി അല്ലലില്ലാതെ അലട്ടലില്ലാതെ തട്ടുമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിലേക്ക് സഹായം കിട്ടിയത്. അതുകൊണ്ട് മദ്രസകളുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞു, ഏറ്റെടുക്കുന്ന ദത്തെടുക്കുന്ന വില്ലേജുകളുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞു, മക്കളുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 1000കണക്കിന് കുട്ടികൾ പുതിയത് വന്നു. അതുകൊണ്ട് എത്രമാത്രം അതിലേക്ക് ഇതൊക്കെ സുതാര്യമാണ്. പാണക്കാടിന്റെ അടുത്തുള്ള ഹാദിയയുടെ പ്രധാന കേന്ദ്രമുണ്ട്, CSE, സെന്റർ ഫോർ സോഷ്യൽ എക്സലൻസ്. അതാണ് ഈ മനോഹരമായ സംവിധാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇവിടെ അതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവിടെ നിരന്തരം സന്ദർശിച്ച് ഈ കാര്യങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന ആളുകളുണ്ട്, സ്പെഷ്യൽ ഓഫീസർമാരുണ്ട്. ഇത് വളരെ കൃത്യമാണ്, എണ്ണയിട്ട യന്ത്രം പോലെ ഇതിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദഅവത്തിന്റെ ഭാഗമായി നിലനിൽക്കണം എന്ന് റമദാന്റെ മുമ്പ് ഒരു തെരപ്പെട്ട വേദി, പ്രത്യേകിച്ച് ദാറുൽ ഹുദയൊക്കെ വളരാൻ ഏറ്റവും കൂടുതൽ വളക്കൂറായ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയെ പോലെയുള്ള ആളുകളുടെ പരിസര പ്രദേശത്തിന്റെ കോട്ടക്കലിന്റെ മണ്ണാണ്. ദാറുൽ ഹുദയെ പറയുമ്പോൾ അതിന്റെ നവോത്ഥാനത്തിൽ കോട്ടക്കലിന് ഒരു പ്രത്യേക ഇടം തന്നെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ. അതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ സന്തതി എന്ന അർത്ഥത്തിൽ ഈ കാര്യം നിങ്ങളെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആരൊക്കെയാണോ പോയി കാണാൻ താല്പര്യമുള്ളവര് അവർ പറയണം. ഷൗക്കത്തുദവി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ മഹല്ല് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട OP ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദിനെ പോലെയുള്ള ആളുകളോടോ മറ്റോ നമ്മുടെ സംഘാടകർ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ സാധിക്കും. കാര്യങ്ങൾ സുതാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും വളരെ മഹത്തരമാണ്. മാഷാ അല്ലാഹ്, ഉസ്താദവറുകള് ഒരു മികച്ച മാതൃകാ മുദർരിസായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നിർവൃതി തെല്ലൊന്നുമല്ല ഈ പ്രിയപ്പെട്ട കാരണവന്മാരുടെ മുഖത്തുള്ളത്. എനിക്ക് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ പോലെ എല്ലാം എൻ്റെ ഉപ്പാന്റെ ഒക്കെ പ്രായമുള്ള ആളുകൾ വളരെ ആവേശഭരിതരായിട്ട്, അല്ലാഹുവേ തമ്പുരാനെ ഈ സൗന്ദര്യം ഈ സാധുക്കളായ രക്ഷിതാക്കളിൽ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കൺകുളിർക്ക കാണാൻ ഇനിയും ഒരുപാട് കാലം നീ തൗഫീഖ് തരണേ തമ്പുരാനെ.
ഞാനിങ്ങനെ ആലോചിക്കുക, ഈ താടിയും തലയൊക്കെ നരച്ച ഈ മനുഷ്യന്മാരുടെ ഒരു തലമുറ കൂടിയാണ്ട് പോയാൽ അടുത്ത തലമുറ ശരിക്കും എത്തിയുമല്ലേ? ആരാ പിന്നെ അവരെ ഓർഗനൈസ് ചെയ്യാനുള്ളത്? അല്ലേ? സംഘാടനം അല്ലേ? ഉസ്താദുമാര് ഇംപ്ലിമെന്റ് ചെയ്യൂല, ഉസ്താദുമാര് ഡിക്ലെയർ ചെയ്യാൻ പറയാൻ ആരാ ഇംപ്ലിമെന്റേഷൻ നടത്തിയത്? ഈ ഉമറാക്കളാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ സെഫ് ഇങ്ങനെ നിറഞ്ഞു കവിയുമ്പോ ഇവരാകുന്ന ഒരു സൗന്ദര്യം ഒരു നാടിന്റെ ഒരു സൗന്ദര്യമാണ്. ഈ ജനറേഷനാണ്ട് പോയാല് എന്തായിരിക്കും ഒരു നാടിന്റെ അവസ്ഥ? എല്ലാം പോയില്ലേ? എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിട്ട് എന്താ കാര്യം? എന്ത് സാങ്കേതിക വിദ്യ ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവർക്കൊക്കെ ആഫിയത്ത് കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യണം. അതിന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരും. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ശ്രവിച്ചതിനും നിങ്ങളോടുള്ള ഒരുപാട് കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.